ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ്. കോൺഫറൻസിൻ്റെ ഭാഗമായി ഞങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ 1 ഡേ സ്റ്റേ ചെയ്ത ഹോളിഡേ ഇൻ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലെ എ ഡേ ഇൻ മൈ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മുമ്പത്തെ വീഡിയോയിൽ ഹോട്ടലിൻ്റെ കംപ്ലീറ്റ് ടൂറ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായും പോയി കണ്ടു നോക്കണം. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള രാത്രി കാഴ്ചകൾ. ഒരുപാട് ലൈറ്റ്സും കൊണ്ട് നിറഞ്ഞ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി പൊളിയല്ലേ? നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ ഇവിടുത്തെ റൂം ടൂർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫാമിലി റൂമാണ് നമുക്ക് കിട്ടിയത്. ഓഫീസ് ടേബിളും കോഫി പൗഡറും മിൽക്കും വാട്ടറും എല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു. ഇനി ഡേ ടൈമിലുള്ള റൂമിൻ്റെ ഔട്ട്സൈഡ് വ്യൂസ് കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വളരെ മനോഹരമാണ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിൽ കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഫുഡ് ആൻഡ് അറബിക് ഫുഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഫുഡ് ഞാൻ റെയറായിട്ടേ കണ്ടിരുന്നുള്ളൂ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പറാത്ത, വെജ് കറി, പാൻ കേക്ക്, ക്യാപിച്ചിനോ ഒക്കെ ആയിരുന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലോട്ടെത്തി. പിന്നെ നമ്മൾ ആഫ്റ്റർനൂൺ ലഞ്ചിന് ആപ്പ് ത്രൂ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ഇവിടെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തില്ല. മന്തിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് റൂമിൻ്റെ പുറത്തു നിന്നുള്ള കുറച്ച് വ്യൂസ് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. ഡയറക്റ്റായിട്ട് ഐക്യ, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഒക്കെ കാണാൻ പറ്റും. എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്. പിന്നെ തമ്മിലിന് വേണ്ടിയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്
ഈവനിങ് ചെക്കൗട്ടിന് ശേഷം നമ്മൾ ഹോളിഡേ ഇന്നിൽ നിന്ന് എക്സിറ്റ് ആവുമായിരുന്നു. ഇനി പോകുന്നത് തൊട്ടടുത്തുള്ള ഐക്കിയയിലോട്ടാണ്. ഇവിടെ വരെ വന്നിട്ട് ഐക്കിയയിലോട്ട് പോകാതിരുന്നാൽ മോശമല്ലേ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.